പുഷ്പങ്ങൾ വിടരുന്ന സുഗന്ധം പരത്തുന്ന ചെടികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതിൻ്റെ പൂക്കൾ ശേഖരിക്കാൻ ധാരാളം ആളുകൾ വരും, തേൻ നുകരാൻ വണ്ടുകളും. എന്നാൽ പുഷ്പിക്കാത്ത സുഗന്ധം പരത്താത്ത ചെടികളെ നമ്മൾ കാട്ടുചെടികളായി പരിഗണിക്കും, അതിനെ അവഗണിക്കുകയും വെട്ടിക്കളയുകയും ചെയ്യും. ചിലപ്പോൾ ജലം ലഭിക്കാതെ അത് വരണ്ടുണങ്ങാനും സാധ്യതയുണ്ട്. ഇതുപോലെ വിവാഹശേഷം തൻ്റെ ഉദരം പുഷ്പിക്കാത്തതിൽ മനംനൊന്ത ഒരു ജന്മമുണ്ട്. വന്ധ്യ എന്ന് മുദ്ര കുത്തപ്പെട്ട് മറ്റുള്ളവരുടെ മുൻപിൽ വരാൻ മടിച്ച് സമൂഹത്തിൻ്റെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ദൈവത്തിൽ അടിയുറച്ച് ദൈവത്തെ ആശ്രയത്തിൽ വാർദ്ധക്യം വരെ മുന്നോട്ടു നീങ്ങിയ താഴ്വരയിലെ സുന്ദര പുഷ്പമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മയായ വിശുദ്ധ അന്ന പുണ്യവതി. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. കർത്താവിനെ ധ്യാനിച്ച് അവിടുത്തെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി സ്വയം കാത്തിരുന്നപ്പോൾ രക്ഷകന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാവാകുവാൻ ആ ഉദരം തുറക്കപ്പെട്ടു. ലോകത്തിന്റെ മുൻപിൽ തനിക്കുണ്ടായിരുന്ന അപമാനം നീക്കപ്പെട്ടതിൻ്റെ ആനന്ദവും പിതാവായ ദൈവത്തോടുള്ള നന്ദിയും അമ്മയെ മണ്ണോളം താഴ്ത്തി. ദൈവദാനമായ കുഞ്ഞിനെ സ്നേഹിച്ചും ലാളിച്ചും പാലൂട്ടിയും സങ്കീർത്തനങ്ങൾ ചൊല്ലി പഠിപ്പിച്ചും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാക്കി വളർത്തി. കൺകുളിർക്കെ കണ്ടും സ്നേഹിച്ചും ലാളിച്ചും കൊതി തീരും മുൻപേ ദേവാലയത്തിൽ ഒരു നൈവേദ്യമായി ആ കുഞ്ഞിനെ സമർപ്പിക്കുവാനും ആ അമ്മ മടിച്ചില്ല. ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഇടം വലം തിരിയാതെ മറുചോദ്യങ്ങളില്ലാതെ സമർപ്പിക്കുവാൻ പരിശീലിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് വിശുദ്ധ അന്ന പുണ്യവതി. ദൈവം ദാനമായി നൽകിയ സുഹൃതങ്ങളല്ലാതെ പരിശുദ്ധ അമ്മയെ നിഴലിച്ചിരുന്ന പുണ്യങ്ങളെല്ലാം തന്നെ സ്വന്തം അമ്മയായ അന്ന പുണ്യവതിയിൽ നിറഞ്ഞു നിന്ന സുഹൃത സുമങ്ങളാണ്. ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ പുതുമ തേടി അലയുന്ന യുവതലമുറയ്ക്ക് വിശുദ്ധ അന്നാമ്മ ഒരു മാർഗദീപമാണ്. ക്രൈസ്തവ ചരിത്രത്തിലുടനീളം മാതൃസ്നേഹത്തിൻ്റെയും അചഞ്ചലമായ പ്രത്യാശയുടെയും പ്രതീകമായി വിശുദ്ധ അന്നാമ്മ വണങ്ങപ്പെടുന്നു. കുടുംബജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളിലും സന്താനോത്പാദനത്തിലും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും വിശുദ്ധ അന്നാമ്മയുടെ മാധ്യസ്ഥം ഏറ്റവും ഫലദായകമാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളിൽ വിശുദ്ധ അന്നാമ്മയുടെ ജീവിതത്തിൻ്റെയും പഠിപ്പിക്കലിൻ്റെയും സ്വാധീനത്തിൻ്റെ തെളിവാണ് ജൂലൈ 26 സാർവത്രികമായി നാം കൊണ്ടാടുന്ന തിരുനാൾ. വിശുദ്ധ അന്നാമ്മയുടെ മാതൃക ദൈവവിശ്വാസത്തിലും ദൈവ ആശ്രയത്തിലും നമ്മെ ആഴപ്പെടുത്തുന്നതാണ്. വാർദ്ധക്യം വരെയും വിശുദ്ധമായ കുടുംബജീവിതം നയിച്ച അന്നാമ്മ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കുവാൻ സഹായിക്കുന്ന ഒരമ്മാമ്മയാണ്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ നിരാശയിലേക്ക് വഴുതി വീഴുന്നവർക്കും വിശുദ്ധ അന്നാമ്മയുടെ ജീവിതം ഏറെ പ്രചോദനാത്മകമാണ്. അമ്മയുടെ മാധ്യസ്ഥം വഴിയായി സന്താന ഭാഗ്യം കൈവരുവാനും ഇടയാകും. സർവോപരി ജാതിമത ഭേദമന്യേ പ്രായവ്യത്യാസം കൂടാതെ ആർക്കും ഈ അമ്മയെ സമീപിക്കാം. തന്നെ തേടി എത്തുന്നവരെ ആരെയും ഉപേക്ഷിക്കാത്ത ഈ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ നിരാശകളിലും വിഷമഘട്ടങ്ങളിലും നമ്മുടെ തുണയായ ദൈവത്തിലേക്ക് നമ്മെ തീർച്ചയായും നയിക്കും. പരിശുദ്ധ അമ്മയെ സംരക്ഷിച്ച കരങ്ങൾ നമ്മെയും ബലപ്പെടുത്തട്ടെ. വിശുദ്ധ അന്നാമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്നാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.